ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നോമ്പ് അനുതാപത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും രൂപാന്തരത്തിൻ്റെയും അവസരവും അനുഭവവുമാണ്. ജീവിതത്തെ പൂർണ്ണമായി ദൈവഹിതത്തിന് സമർപ്പിക്കുന്ന അനുഭവമാകണം നോമ്പുകാലം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. വാക്യം 4. യോസഫ് സഹോദരന്മാരോട് ഇങ്ങോട്ട് അടുത്തു വരുവീൻ എന്ന് പറഞ്ഞു. ബന്ധനങ്ങളായി തീർന്നിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അകന്നു പോകുവാൻ മാത്രം സാധ്യതകളുള്ള ഇടപാടുകൾ നാം ചെയ്യുന്നു. അനുരഞ്ജനത്തിന് എവിടെ സ്ഥാനം? അതിന് ആർക്ക് താല്പര്യം? എന്തിനു വേണ്ടി? ദൈവം മനുഷ്യനെ തേടി പോകുമ്പോൾ ചോദിക്കുന്നു, മനുഷ്യ നീ എവിടെയെന്ന്. ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുവാൻ ദൈവം താല്പര്യമെടുക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങളും അത് തന്നെ തുടരണമെന്നും ജീവിതത്തിൽ അനുഭവമാക്കണമെന്നും ആഗ്രഹിക്കുന്നു. രാജ്യങ്ങൾ, ജാതികൾ, ഭാഷക്കാർ ഇവരെല്ലാവരും തമ്മിലുണ്ടായിട്ടുള്ള വിടവുകൾ നികത്തുവാൻ ദൈവം നമ്മെ ഇവിടെ ആക്കിയിരിക്കുന്നു. നമ്മുടെ ചുമതല ഭംഗിയായി നിർവഹിക്കുവാൻ ശ്രമിക്കണം. ഇന്നത്തെ വേദഭാഗത്ത് തൻ്റെ അടുക്കൽ വിറച്ചുകൊണ്ട് നിൽക്കുവാൻ പോലും അവകാശമില്ലാത്ത ഒരുപറ്റം ആളുകളോട് അടുത്തു വരിക, ഞാൻ നിങ്ങളെ ഒന്ന് സ്പർശിക്കട്ടെ, ഒരു ചുംബനം നൽകട്ടെ എന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്യുന്ന യോസഫിനെയാണ് ഇവിടെ കാണുന്നത്. അകന്നകന്ന് തിരിച്ചറിയാനാകാത്ത വിധം മുറിഞ്ഞുപോയ ബന്ധങ്ങളുടെ ഇഴകൾ ചേർത്ത് ഇണക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എങ്ങനെ സാധിക്കും ഇത്? ജോസഫിനെ പറ്റി തൻ്റെ പിതാവ് അനുഗ്രഹിച്ചു പറയുന്നത് തന്നെ ജോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം നീരുറവിനരികെ പാർക്കുന്നു എന്നാണല്ലോ. അതിനാൽ തന്നെ അവൻ്റെ മനോഭാവവും സ്വഭാവവും എല്ലാം ഉന്നതവും അനുകരണീയവുമാകുമല്ലോ. ശത്രുക്കളെ മിത്രങ്ങളായി കാണുവാനും അകന്നതിനെ അടുപ്പിക്കുവാനും ജോസഫിന് കഴിഞ്ഞു. ചില വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ മുൻപിൽ കാണുന്ന ഈ സഹോദരന്മാരാണല്ലോ ജോസഫിനെ പൊട്ടക്കിണറ്റിലിട്ടതും മിദ്യാന്യർക്ക് അടിമയായി വിറ്റതുമെല്ലാം. എന്നാൽ കൊല്ലുവാൻ ഏൽപ്പിച്ചു കൊടുത്ത കരങ്ങളിലേക്ക് ധൈര്യപൂർവം ഏൽപ്പിച്ചു കൊടുക്കുന്നതിനാണ് ജോസഫിന്റെ ജീവിതം നമുക്ക് നിർദ്ദേശം നൽകുന്നത്. തന്നെ ഉപദ്രവിച്ചവർ, തന്നെ അസൂയയോടെ നോക്കിയവർ, തൻ്റെ നിലയെങ്കിൽ രക്തം പുരട്ടി തൻ്റെ പിതാവിനെ വഞ്ചിച്ചവർ ഇതാ തൻ്റെ മുമ്പിൽ നിസ്സഹായരായി നോക്കി നിൽക്കുന്നു. കൊല്ലുവാനും അധികാരമുള്ളവനാണ് മുമ്പാകെ നിൽക്കുന്നവൻ. കൊല്ലുവാൻ ഏൽപ്പിച്ചു കൊടുത്ത കരങ്ങളിലേക്ക് നിരുപാധികം സ്വരക്ഷയ്ക്കായിട്ടെന്നോണം ദ്വിഭാഷി പോലും സമീപത്ത് കാണുവാൻ അനുവദിക്കാതെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ക്ഷമയുടെ ഉദാത്ത ഭാവം. കരച്ചിലേക്ക് നയിച്ച ആ ഉദാത്ത സംഗമം ക്ഷമയുടെയും അനുതാപത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും സമൂർത്ത രംഗമായി തീർന്നു. പ്രിയരെ, നമ്മോട് തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കുവാൻ നമുക്ക് കഴിയുമോ? ക്ഷമിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ആശ്വാസം നാം അനുഭവിക്കുന്നുണ്ടോ? അതോ ഇന്നും വിദ്വേഷത്തിൽ കഴിയുവാനാണോ താല്പര്യം? നിഷ്കളങ്കനായ ജോസഫ് തൻ്റെ സഹോദരങ്ങളോട് അവരുടെ വലിയ കുറ്റങ്ങൾ ക്ഷമിച്ചുവെങ്കിൽ നാം ഇന്ന് ആരോടെങ്കിലും വിദ്വേഷത്തിലോ പകയിലോ കഴിയുന്നെങ്കിൽ അവരോട് അനുരഞ്ജനപ്പെടുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ആജ്ഞാപിക്കുന്നു. നാം ദൈവഹിതം അനുസരിക്കുമോ? ഈ നോമ്പ് കാലയളവ് അതിന് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.